വെൽക്കം ടു മാർക്ക് പ്ലസ്. എല്ലാവർക്കും മാർക്ക് പ്ലസിലേക്ക് സ്വാഗതം. ആക്ടിവിറ്റി 6. ആഡ് മോർ ലൈൻസ്. കൂടുതൽ വരികൾ കൂട്ടിച്ചേർക്കാം. ലെറ്റ്സ് ഫ്ലൈ ഇൻ ദ സ്കൈ. ലെറ്റ്സ് ഫ്ലൈ ടുഗെദർ ഓവർ ദ മീഡോസ്. ലെറ്റ്സ് ഫ്ലൈ ലൈക്ക് ക്രോസ്. നമുക്ക് ആകാശത്തിൽ പറക്കാം. നമുക്ക് ഒരുമിച്ച് പറക്കാം. നമുക്ക് പുൽമേടുകളുടെ മുകളിൽ പറക്കാം. കാക്കകളെ പോലെ പറക്കാം. അടുത്ത വരി നോക്കൂ. ലെറ്റ്സ് ഫ്ലൈ ഇൻ ദ സ്കൈ. ലെറ്റ്സ് ഫ്ലൈ ടുഗെദർ ഓവർ ദ മൗണ്ടൻസ്. ലെറ്റ്സ് ഫ്ലൈ ലൈക്ക് കൈറ്റ്സ്. നമുക്ക് പറക്കാം. നമുക്ക് ഒരുമിച്ച് പറക്കാം. മലകൾക്ക് മുകളിലൂടെ പറക്കാം. പട്ടത്തെ പോലെ പറക്കാം. ഇതുപോലെ വരികൾ ഉണ്ടാക്കാം. ലെറ്റ്സ് ഫ്ലൈ ഇൻ ദ സ്കൈ. ലെറ്റ്സ് ഫ്ലൈ ടുഗെദർ ഓവർ ദ റിവർ. ലെറ്റ്സ് ഫ്ലൈ ലൈക്ക് ബട്ടർഫ്ലൈസ്. നമുക്ക് പറക്കാം. നമുക്ക് ഒരുമിച്ച് പറക്കാം. പുഴകളുടെ മീതെ പറക്കാം. ബട്ടർഫ്ലൈയെ പോലെ പറക്കാം. ആക്ടിവിറ്റി 7. Find out the hidden words from the box given below. താഴെ കൊടുത്തിട്ടുള്ള ബോക്സിൽ നിന്നും മറഞ്ഞു കിടക്കുന്ന വാക്കുകൾ കണ്ടുപിടിക്കാം. ഒന്ന് ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഏതാണത്? ഔൾ. വേറെ ഏതൊക്കെ വേർഡ്സുകളാണ് മറിഞ്ഞിരിക്കുന്നത്? റോഡ്, റെയിൻ, വിൻഡ്, ക്ലൗഡ്, സ്റ്റോം. ഇനിയും വേർഡ്സുകൾ ഇതിൽ മറിഞ്ഞു കിടപ്പുണ്ട്. കൂട്ടുകാർ കണ്ടുപിടിക്കൂ. വേറെ ഏതൊക്കെ വേർഡ്സ് ആണ് കണ്ടുപിടിച്ചതെന്ന് കമന്റ് ചെയ്യുക. ആക്ടിവിറ്റി 8. ലെറ്റ്സ് മേക്ക് എ പേപ്പർ ക്യാപ്പ്. നമുക്കിനി പേപ്പർ ക്യാപ്പ് ഉണ്ടാക്കാം. അതിനെന്താണ് ചെയ്യേണ്ടത്? ഫോൾഡ് എ പേപ്പർ ഇൻ ഹാഫ് ലെങ്ത് വൈസ്. ഒരു പേപ്പർ എടുത്ത് അതിനെ നീളത്തിൽ മടക്കുക. Again fold in half breadth-wise and then unfold it. ഇനി അതിനെ breadth wiseലും മടക്കുക. എന്നിട്ട് unfold ചെയ്യാം. Fold the closed edge inwards from both the corners. ഇനി രണ്ട് കോർണേഴ്സിൽ നിന്നും മടക്കാം. Fold the two bottom flaps in the opposite direction. ഇനി താഴ്ഭാഗം മേലോട്ടേക്ക് മടക്കാം. Open up the flap. ഇനി നമുക്കിത് തുറന്നു നോക്കാം. The cap is ready. Now wear it. ഇപ്പോൾ ക്യാപ്പ് റെഡിയായി. ആക്ടിവിറ്റി 9. Identify the slogan related to the symbol and write in the box provided. പിക്ചർ നോക്കിയിട്ട് ശരിയായ സ്ലോഗൻ അതിന് നേരെ എഴുതാം. Save water, save life. Avoid plastic, protect nature. Don't litter. Grow green, go green. ഇനി നമുക്ക് പിക്ചേഴ്സ് നോക്കാം. ആദ്യത്തേത് ഏതാണ്? പ്ലാസ്റ്റിക് ഉപയോഗിക്കരുത്. അപ്പോൾ അവോയ്ഡ് പ്ലാസ്റ്റിക്, പ്രൊട്ടക്ട് നേച്ചർ. നെക്സ്റ്റ്, മാലിന്യം ഇടരുത്. ഡോണ്ട് ലിറ്റർ. നെക്സ്റ്റ്, ചെടികൾ നട്ടുപിടിപ്പിക്കാം. ഗ്രോ ഗ്രീൻ, ഗോ ഗ്രീൻ. നെക്സ്റ്റ്, വെള്ളം പാഴാക്കരുത്. സേവ് വാട്ടർ, സേവ് ലൈഫ്. ദെൻ റൈറ്റ് സിമിലർ സ്ലോഗൻസ്. ഇനി ഈ ചിത്രം നോക്കിയിട്ട് ഇതിനൊരു സ്ലോഗൻ എഴുതാം. ഡോണ്ട് കട്ട് ട്രീസ്, സേവ് നേച്ചർ. ആക്ടിവിറ്റി 10. Some riddles are given below. Read and find them out. താഴെ കുറച്ച് റിഡിൽസ് തന്നിട്ടുണ്ട്. അതിന്റെ ആൻസർ കണ്ടുപിടിക്കാം. You can't see me, but you can feel me. I can make trees dance. I can help the kite fly. Who am I? നിങ്ങൾക്കെന്നെ കാണാൻ കഴിയില്ല, പക്ഷേ നിങ്ങൾക്കെന്നെ ഫീൽ ചെയ്യാൻ കഴിയും.
എനിക്ക് മരങ്ങളെ ഡാൻസ് ചെയ്യിപ്പിക്കാൻ കഴിയും. എനിക്ക് കൈറ്റിനെ പറപ്പിക്കാൻ കഴിയും. ഞാൻ ആരാണ്? കാറ്റാണല്ലേ. വിൻഡ്. I am in the sky. I can bring the rain. 5 letters make my name. Who am I? ഞാൻ ആകാശത്തിലാണ്. എനിക്ക് മഴ വർഷിപ്പിക്കാൻ കഴിയും. എന്നിൽ 5 ലെറ്റേഴ്സ് ആണുള്ളത്. ഞാൻ ആരാണ്? ആകാശത്തിലുള്ള മഴ തരുന്നത് എന്താണ്? ക്ലൗഡ്. I am huge and tall. I can stop the clouds. I have a summit. You can climb on me. Who am I? ഞാൻ വലുതും നീളമുള്ളതുമാണ്. എനിക്ക് ക്ലൗഡ്സിനെ സ്റ്റോപ്പ് ചെയ്യാൻ കഴിയും. നിങ്ങൾക്ക് എന്റെ മേലെ കയറാൻ പറ്റും. ഞാൻ ആരാണ്? Now make your riddles. ഇനി റിഡിൽസ് ഉണ്ടാക്കാം. റെയിൻബോയെ കുറിച്ചൊരു റിഡിൽസ് ഉണ്ടാക്കൂ. I am in the sky. ഞാൻ ആകാശത്തിലാണ്. I am 7 in color. ഞാൻ 7 നിറത്തിലാണ്. I am come in rain season. ഞാൻ മഴക്കാലത്താണ് വരാറുള്ളത്. Who am I? ഞാൻ ആരാണ്? ഇനി നമുക്ക് റെയിനെ കുറിച്ച് റിഡിൽ തയ്യാറാക്കാം. I am from the sky. ഞാൻ ആകാശത്തിൽ നിന്നാണ് വരുന്നത്. I give you water. ഞാൻ നിങ്ങൾക്ക് വെള്ളം തരുന്നു. I have 4 letter. എനിക്ക് 4 അക്ഷരമാണുള്ളത്. Who am I? ഞാൻ ആരാണ്? Activity 11. Read the sentences given below. Note the words underlined. താഴെ കൊടുത്തിട്ടുള്ള സെന്റൻസ് വായിക്കുക. എന്നിട്ട് അണ്ടർലൈൻ ചെയ്ത വേർഡ്സിനെ ഒന്ന് ശ്രദ്ധിക്കൂ. We can't help you, but the Wizard of Oz can help you. മച്കിൻസ് പറയുന്ന വാക്കാണല്ലേ ഇത്. ഞങ്ങൾക്ക് നിന്നെ സഹായിക്കാൻ കഴിയില്ല, പക്ഷേ വിസാർഡ് ഓസിന് നിങ്ങളെ സഹായിക്കാൻ കഴിയും. ഇതിൽ ഏത് വേർഡ്സ് ആണ് അണ്ടർലൈൻ ചെയ്തിട്ടുള്ളത്? കാണ്ടും ക്യാനും. കാണുന്ന് പറഞ്ഞാല് കഴിയില്ല, ക്യാൻ എന്ന് പറഞ്ഞാൽ കഴിയും. അടുത്ത സെന്റൻസ് നോക്കൂ. We can do many things, but there are many things that we can't do. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും, പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ക്യാൻ എന്ന് പറയാം, ചെയ്യാൻ കഴിയാത്തതിനെ കാൺ എന്ന് പറയാം. Write what you can do and you cannot do. താഴെ കൊടുത്തിട്ടുള്ള ചിത്രം നോക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഏതാണ്, ചെയ്യാൻ പറ്റാത്തത് ഏതാണ് എന്ന് എഴുതുക. ഫസ്റ്റ് പിക്ചർ നോക്കൂ. പറക്കുന്നു അല്ലേ? നിങ്ങൾക്ക് പറക്കാൻ കഴിയോ? ഇല്ല അല്ലേ? അപ്പോൾ എങ്ങനെ എഴുതാം? കഴിയില്ല, കാൺ. I can't fly. നിങ്ങൾക്ക് സൈക്കിൾ ഓട്ടാൻ കഴിയുമോ? കഴിയുമല്ലേ? ഇപ്പോൾ I can ride. നിങ്ങൾക്ക് സ്കേറ്റിംഗ് ചെയ്യാൻ കഴിയുമോ? കഴിയുന്നവരുണ്ടാവും, കഴിയാത്തവരും ഉണ്ടാകും. കഴിയുന്നവര് I can skate. കഴിയാത്തവര് I can't skate. നെക്സ്റ്റ് പിക്ചർ എന്താ? ഓടുന്നു അല്ലേ? എല്ലാവർക്കും ഓടാൻ കഴിയും. I can run. നിങ്ങൾക്ക് ബ്രിക്സ് അടുക്കി വെക്കാൻ കഴിയുമോ? I can stack bricks. നിങ്ങൾക്ക് മരത്തിൽ കയറാൻ പറ്റുമോ? I can climb.